അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രളയം വലിയ ദുരിതമാണ് ഓരോ സ്ഥലത്തും വിതച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് വ്യാപാരികൾക്കാണ്. അവർ ഇവിടെ ഇപ്പോൾ ഈ റാന്നിയിലെ ഒരു വ്യാപാരി ഇത്തരത്തിൽ ഈ തുണിക്കടയിൽ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ലക്ഷങ്ങളുടെ നഷ്ടമാണ് അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്രതീക്ഷിതമായിരുന്നു ഈ പ്രളയം. രാവിലെ 3 മണിയൊക്കെ ആയപ്പോഴാണ് വെള്ളം കയറിയത്. എല്ലാവരും ഉറക്കത്തിലായിരുന്നുകൊണ്ട് ആരും അറിഞ്ഞില്ല. സാധനങ്ങളൊന്നും മാറ്റാൻ പറ്റിയില്ല. ഓണ സീസൺ ആയതുകൊണ്ട് എല്ലാവരും സാധനങ്ങളൊക്കെ കുറച്ച് കച്ചവടം പ്രതീക്ഷിച്ച് എടുത്തൊക്കെ വെച്ചു. വന്ന സാധനങ്ങളൊക്കെ പൊട്ടിച്ചു പോലും തീർന്നില്ല. അതിനു മുമ്പേ തന്നെ എല്ലാം വെള്ളത്തിലായി. അറിഞ്ഞു വരാൻ താമസിച്ചു. അവിടുന്നുള്ള എല്ലാ പാലങ്ങളും വെള്ളം നിറഞ്ഞ് വരാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ ഇവിടുന്ന് ദൂരെയാ വീട് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് ഇങ്ങ് എത്തിപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ 2-3 പാലങ്ങളെല്ലാം ചെറിയ പാലങ്ങളിലെല്ലാം വെള്ളം കയറി നിറഞ്ഞു കിടക്കുമായിരുന്നു. അറിയിപ്പ് നേരത്തെ ലഭിച്ചിരുന്നെങ്കിൽ ഇത്രയും നഷ്ടം വരത്തില്ലായിരുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായിരുന്നു. ആരും പ്രതീക്ഷിച്ചില്ല. കാരണം നാട്ടിലൊന്നും നേരത്തെ വെള്ളം ഉണ്ടായിരുന്നില്ല. മഴയുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ പെട്ടെന്ന് വെള്ളം കയറിയതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോഴത്തേന് ഈ തുണിയെല്ലാം നനഞ്ഞു കഴിഞ്ഞു. ഒന്നും മാറ്റാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കൗണ്ടർ വരെയും വെള്ളം കയറി. നമുക്കിവിടെ എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായി കാണും? 30-35 ലക്ഷം രൂപയോളം നാശനഷ്ടം വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഞങ്ങളിപ്പം മാറ്റി ഇവിടെ തന്നെ ഇട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഫാദർ ഒരു 10-34 വർഷം മുമ്പ് തുടങ്ങിയൊരു സ്ഥാപനമാണ്. ഇപ്പം ഞങ്ങൾ അമ്മയും 3 പെൺപിള്ളേരും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ജീവിതമാർഗം കൂടെയാണ്. ഞങ്ങളങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിച്ചു. പറ്റുന്നിടം വരെ കൊണ്ടുപോകണമെന്ന്. ഈ ഒരു സാഹചര്യത്തിൽ ഭയങ്കര ഇനി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് തന്നെ അറിയത്തില്ല. ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇൻഷുർ ഇല്ല. സർക്കാർ സംവിധാനങ്ങളുടെ സഹായമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സഹായം ലഭിക്കുമെന്നോ? 2018 ഇത് മൊത്തം മുങ്ങിപ്പോയായിരുന്നു. അപ്പോഴും ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ഈ പ്രാവശ്യം സർക്കാരിൻ്റെ മനസ്സുപോലെ പുതിയ സർക്കാർ എന്ത് ചെയ്യുമോ അതനുസരിച്ച്. ആരെങ്കിലും വന്നിട്ട് MLA അടക്കം വന്ന് സംസാരിച്ചിട്ട്? MLA ഒക്കെ വന്നു നോക്കിയിട്ടൊക്കെ പോയി. ഏതെങ്കിലും തരത്തിൽ സഹായം എന്തെങ്കിലും? അവർ ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാർ വന്ന് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ്. ഇതിപ്പം എത്ര പറഞ്ഞാലും നമുക്ക് സാമ്പത്തികമായും വലിയ നഷ്ടമാണ്. അവരുടെ ഒരു ജീവിത മാർഗം തന്നെയാണ്. അമ്മയുടെയും 3 പെൺമക്കളുമാണ്. അവരുടെ ആ ഒരു ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു കടയിൽ വലിയ നഷ്ടം സംഭവിച്ചത്. അത് ഓണക്കാലമായിട്ട് ഓണത്തിനിറക്കി വെച്ചിരുന്ന ലക്ഷങ്ങളുടെ തുണി ഒക്കെ നശിച്ചു പോയി. ഒരു പ്രളയം പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നശിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും അവർക്ക് കൂടുതൽ സഹായങ്ങളോ ഏതെങ്കിലും തരത്തിൽ ലഭിക്കട്ടെ. കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.